ഇത് നിനക്ക്, ഇതെനിക്ക്. എനിക്കിത് വേണ്ട സാർ. ഞാൻ പണത്തിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് SI ആയാൽ മതി. നരസിംഹ, നീ SI ആയി കഴിഞ്ഞാൽ എന്താണോ നിന്റെ പണി, ആ പണി തന്നെയല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണോ വ്യത്യാസം? ഉണ്ട് സാർ. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യത്തെ പറ്റി എനിക്ക് എന്റെ അമ്മയോട് പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഇതേ കാര്യം യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്താൽ എന്റെ അമ്മ ഒരുപാട് സന്തോഷിക്കും. 2 വർഷമായിട്ട് ഞാൻ അത് ചെയ്യല്ലേ സാർ. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ SI റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സ്ക്യൂസ് മീ. നന്ദു, എന്തിനാടി ഇവനെ ഇങ്ങനെ നോക്കുന്നത്? ഡാഡി മിണ്ടാതിരിക്കെ. ഇവൻ കാരണമല്ല എന്റെ ഡാൻസ് പ്രോഗ്രാമിന് ഡാഡി വരാതിരുന്നത്. സോറി, ഞാനത് മറന്നുപോയി മോളെ. ഇവനും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോഴും SI ആവാൻ നടക്കുക? എന്റെ അച്ഛനെ വിശ്വസിച്ചാൽ നീ ഒരു കോൺസ്റ്റബിൾ പോലും ആവില്ല. പിന്നെ പോലീസുകാർക്ക് പൊതുവെ പെണ്ണ് കിട്ടാനും പാടാ. അപ്പോ നിന്റെ അച്ഛന് പെണ്ണ് കിട്ടിയതോ? അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഡാഡി, ഞാനൊരു വേസ്റ്റാ എന്ന് ഞാൻ പറഞ്ഞോ? ശരി, ഇവളെയും കൂട്ടിക്കൊണ്ട് അകത്ത് പോ. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, സാറെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ റസൂൽ സിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കേണ്ട നിങ്ങളാണ് സാർ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ റിസ്ക് നിങ്ങൾക്ക്. ബാലുബായ്, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും. അനുഭവം ഗുരു. കുജേ, നമ്മൾ 2 കോടി ചോദിച്ചു, അവൻ 4 പേരെ തട്ടി. ഇവൻ 1.5 കോടി ചോദിച്ചു, അവൻ 3 പേരെ തട്ടി. ഇനി 1 രൂപ പോലും ചോദിക്കണ്ട. ചോദിച്ചാൽ നമ്മൾ ആരും ഇനി ബാക്കി ഉണ്ടാവില്ല. നീ എന്തു പറയുന്നു? ഇതൊരു കൈവിട്ട കളിയാണ് മോനെ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പണി കിട്ടുമ്പം പഠിച്ചോളും. എന്റെ ആളുകളെ കൊന്നവൻ തന്നെയാണ് നിങ്ങളുടെ ആളുകളെയും കൊന്നിരിക്കുന്നത്. നമുക്ക് 2 പേർക്കും അവനെ വേണം. നമ്മുടെ കൈ കൊണ്ട് അവനെ കൊല്ലണം. നമ്മുടെ ആളുകളെ കൊന്നവനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പോയ 3 പേരെ അവൻ കൊന്നളഞ്ഞു. എന്റെ അനിയനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആരാ കൂടെ പോയത്? ഇവനാരെയും കണ്ടിട്ടില്ലെന്നാ പറയുന്നേ. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ലണ്ണ. നിങ്ങളുടെ കോപ്പ ശരിക്കൊന്ന് ഓർത്തു നോക്ക്. അവൻ ദൂരെയും ആയിരുന്നിരിക്കില്ല, അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മുടെ ആളുകൾ എവിടെയൊക്കെ പോയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല, ശരിക്കും ഓർത്തു നോക്ക്. ഏതോ ഒരുത്തൻ ഒറ്റയ്ക്ക് നമ്മുടെ ആളുകളെ ഫോളോ ചെയ്ത് അവിടേക്ക് കറങ്ങി നടന്നു. കമോൺ, തിങ്ക് 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 തിങ്ക്. ഒരുത്തൻ നമ്മുടെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ ക്യാഷ് എടുത്തോണ്ട് പോകുന്നവരെ അവൻ പുറകെ ഉണ്ടായിരുന്ന. മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. നീ എന്നോട് ഞാൻ ചോദിക്കാം. റിലാക്സ് ബാലുബായ്, റിലാക്സ്. അവനെ ഇനി കണ്ട നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണ്ട. അങ്ങനെ മറക്കുന്ന മുഖമല്ല അവന്റെ. എങ്ങനെ ഇരിക്കും അവൻ? ഗുരുദേവ, ഇതാണ് ലാസ്റ്റ്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന പരിപാടി ഈ ചാരി ഇതോടെ നിർത്തി. അതൊക്കെ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടൂടാ. കാലം ദുർഗന്ധം ഇപ്പൊ സഹിക്കണ്ടേ? എടാ, കൂടുതലിട്ട് കഴിഞ്ഞാൽ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്ന് നിർബന്ധം പിടിക്കരുത്. അതല്ല വിവരദോഷം പറയാതിരിക്കുക. വിവരദോഷം കാട്ടല്ലേ? ഒന്നും മിണ്ടണ്ട, വരിക. ക്ഷമിക്കേ ബാലുബായി, നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോ അനിയൻ മരിച്ചു പോയത് സങ്കടായി. അതിന് അല്ല, ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞതല്ല കേട്ടോ. എടാ ചാരി, കർമ്മങ്ങൾ തുടങ്ങുക. വേഗം ആയിക്കോട്ടെ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണ്ണം. അതെ, ഈ അരി അങ്ങോട്ട് വാങ്ങുക. ആ ശവങ്ങളുടെ വായിലേക്ക് അങ്ങോട്ട് ഇടുക. ആ, ഇത് 3 എടുത്തോണ്ട് പോയി കത്തിച്ച് കളയാ. അല്ലല്ല, നോമ്പ് ഉദ്ദേശിച്ചത് ദഹിപ്പിക്കുക എന്നാണ്. ഇത്ര പെട്ടെന്നോ? വായിക്കരിയിട്ട് തന്നെ ഉള്ളൂ. എന്നാ പിന്നെ അരി വേവിച്ച സാമ്പാറും തോരനും കൂട്ടി ഒരു സദ്യ കൊടുത്തു വിടാം. ബാലുഭായ്, ആ ദക്ഷിണ ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കില്. റൗഡികളാണെങ്കിലും സിനിമാക്കാരെ പോലെ തെണ്ടികളല്ല. കർമ്മം ചെയ്യാൻ വന്നവനെ കൊലയാളിയാക്കുന്നോടാ പന്നം. എന്താ, എന്തുകൊണ്ടായിക്കൂടാ? നമ്മുടെ ബിസിനസ്സിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഒരു സംശയം വേണ്ടെണ്ണ, ഇവൻ തന്നെയാ. ഈ കുടുംബിയാന്നവൻ ക്യാപ്പ് വെച്ച് കവർ ചെയ്തിരിക്കുകയായിരുന്നു. നീ വെറുതെ ചൂടാവണ്ട. ഇതൊരു നിസ്സാര കാര്യമല്ല, സീരിയസ് കാര്യമാ. പൂജാരിയാണെന്ന് കരുതി അവനെ വെറുതെ വിടരുത്. അവന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. എന്നിട്ട് അവിടുന്ന് ഞാൻ നിങ്ങളെ വിളിക്കാം. പാടാ പിള്ളേരെ. ഞാപ്പൂന്റെ അപഹാരം
വ്യവഹാരം കാണുന്നുണ്ട്. നിങ്ങളുടെ മോൻ എവിടെ? നമ്മുടെ മോനല്ല ജാതകം നോക്കണം നോമ. അല്ല, നിങ്ങളുടെ മോൻ എവിടെയെന്ന്. നോം പറയണത് അങ്ങോട്ട് കേക്ക. പറഞ്ഞോളൂ. നിങ്ങളുടെ ഒന്ന് വീക്ക് ഒന്ന് സ്ട്രോങ്ങാ. ഏത് വീക്ക് ഏത് സ്ട്രോങ്? ശുക്രൻ വീക്ക്, ശനി സ്ട്രോങ്ങാ. ഈ വർഷം നിങ്ങക്ക് ബഹുമോശ. അടുത്ത വർഷം ഇതിനേക്കാളും മോശ. ഈ അടുത്ത കാലത്തൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടാവില്ലേ? അല്പം മാറ്റം അടുത്ത വർഷ. ഏ? മിക്കവാറും കുത്തുപാള. അച്ഛാ, ആ ഈ കാപ്പി കുടിച്ചോളുക. താനാരാ? താനോ? അതെ, തന്നെ ഞാൻ എവിടെയോ കണ്ടിരിക്കണു. സുബ്രഹ്മണ്യോ, സുബ്രഹ്മണ്യോ. എടാ ചാരി, അടുത്ത പാഴ്. ഇങ്ങോട്ട് കേറിയിരിക്കുക. എന്താ ഗുരുദേവ, എന്താ ഒരു പാരവശ്യം? ഒരു ശുഭവാർത്ത പറയാനുണ്ട്. ഇങ്ങോട്ട് കേറുക. കോടിക്കണക്കിന് കാശ് കിട്ടുന്ന എന്തോ പരിപാടി ഒത്തിട്ടുണ്ടല്ലോ. കോടിയോ? അങ്ങനെ അങ്ങോട്ട് പോയാ എങ്ങനെയാ? കുറച്ചുകൂടി പറയാണ്ടേ? ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? മനുഷ്യൻ കൈ നോക്കിക്കുന്നത് 4 നല്ല കാര്യം അറിയാൻ വേണ്ടിയാ. ആളെ വടിയാക്കുന്ന ഇഡിയറ്റ്. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ അമ്മായി ഫോൺ ചെയ്തിരുന്നു. എന്തിനാ ഗുരുദേവ? അന്ന് പബ്ബിൽ നിന്ന് വന്നത് മുതലേ വേളി കഴിക്കണം എന്ന് പറഞ്ഞ അന്ന് ഒറ്റക്കാലി നിൽക്കുക. അപ്പൊ ആ മരം കയറി ഗുരുദേവന്റെ വേളിയാൻ പോവാ. അനുഭവിച്ചോളുക. അമ്മേ, ചാരിയെങ്ങാനും ഇഷ്ടമെന്നറിഞ്ഞ പട്ടു മിക്കവാറും തൂങ്ങിച്ചാവും. അവൻ പോയി ചാവണമെങ്കിൽ ചാവട്ടെ. അവനെ കുറിച്ച് ആലോചിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. വന്നു എന്നാ തോന്നണേ. വരിക പട്ടു. ചന്തു എവിടെ? അവളവിടെ നാണിച്ചിരിക്കുക. ഞാൻ വിളിക്കാം. ഓഹോ. ചന്തു. ഗുരുദേവ, ഇവളെന്തിനാ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കണേ? ഡാ, പുറത്തു പോവാ. ഞാനൊന്നും ഇവിടെ ഉദ്ദേശിച്ച നിന്നോട്ടെ പട്ടു. വേണ്ട ചന്തു, നമുക്ക് മറ്റാരും വേണ്ട. നീയും ഞാനും അമ്മായിയും. നീ പുറത്തു പോയിരിക്കുക. 2 പേരകത്ത് പോയി ഒരുത്തൻ വെടിയിൽ വന്നു. ഞാനൊരു പ്രേമത്തിൽ വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ പെട്ടുപോയി. അക്കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കേൾക്കുമ്പോ നമുക്ക് കൊണ്ടൊരു സംഭ്രമം. നോവ് ഇപ്പൊ വരാ. എടാ ചാരി, വേളി കഴിഞ്ഞോ? ഒരു വല്ലാത്ത അവസ്ഥയാടാ. നമ്മുടെ ഹൃദയം ഇങ്ങനെ വിറയ്ക്കണ പോലെ. പ്രായം കുറെ ആയതല്ലേ, ഉറപ്പായിട്ടും വിറയ്ക്കും. ഡാ, മിണ്ടരുത്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? അവൻ വന്നു, സംസാരിച്ചു. ഇവൻ അവിടെ തന്നെ നിന്നു. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും അണ്ണാ? മിണ്ടായിരിക്കടാ, കാത്തിരുന്ന് കാണാം. ഇതെന്താ കഥ? കാലത്തെ മുതൽ ഈ വാനരന്മാരെ നമ്മളെ ഫോളോ ചെയ്യണല്ലോ. അവന് നമ്മളെ കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് അവന്റെ വരവ്. നിങ്ങളൊന്നും മിണ്ടണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. സുബ്രഹ്മണ്യോ, സുബ്രഹ്മണ്യോ, എവിടെയാടപ്പ? കിളവാ, എന്നെ കണ്ട ശേഷമല്ലേ താൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചത്. ഇതിനിടയ്ക്ക് തന്നെ ഫോൺ റിങ്ങും ചെയ്തു. എന്താ അത്? ഇതെന്റെ ഫോണിന് ഇടയ്ക്കിടയ്ക്കുള്ള സൂക്കാണ്. അതെന്നെയാ ചോദിച്ചത്. സൂക്കെടുത്ത് എനിക്കോ തന്നെ ഫോണിനോ? ചിലപ്പോ എനിക്കും ചിലപ്പോ എന്റെ ഫോണിനും. എന്തിനാ എന്നെ ഫോളോ ചെയ്യണേ? എന്റെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ കണ്ടു. ദാ ഇപ്പൊ ഇവിടെയും. എന്താ? ഒന്ന് തിരുമേനി, ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തൊന്നും അല്ല. ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സമയമാകുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം എന്താ വെച്ചാ പറയാ. ചാരി, ഇങ്ങോട്ട് വരിക. നോവ് ഇയാളെക്കാളെ ഭേദം തന്റെ ഫോൺ തന്നെയാ. ദേവായിരുന്നു ഗുരുദേവ. വരിക ഇങ്ങോട്ട്. എന്തിനാ ഗുരുദേവ ഇങ്ങനെ കാരണേ? എന്റെ കൂടെ അകത്തേക്കൊന്ന് വരിക. ഞാനോ? എന്തിനാ? നീ കൂടെ ഇല്ലാച്ചാ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വൈക്ലഭ്യം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതല്ലേ, പിന്നെന്താ ഒരു കുണ്ഠിതം? കാര്യം അതല്ലടാ. പ്രേമെന്നും വേളിന്നൊക്കെ പറയണു. എന്നാ കാര്യങ്ങളോട്ട് വ്യക്തമാക്കണില്ല. എനിക്ക് അങ്ങോട്ട് നിർബന്ധിക്കാനും വയ്യേ. നീ ഒന്ന് സംസാരിക്ക. വരിക. ഭട്ടതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഉവ്വ്, പറഞ്ഞിരിക്കണോ. കുട്ടിക്ക് ഇഷ്ടക്കേടില്ലല്ലോ. അവന്റെ ഇഷ്ടത്തിന് എന്താ ഇവിടെ പ്രാധാന്യം? തീരുമാനം നമ്മുടെ അല്ലേ? എന്താണ് ഇത്? ഇവനിപ്പോ അവിടുന്ന് പുറത്തു വന്നു. ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ ഡ്രസ്സും മാറിയോ? പോടാ കൈക്ക് പണിയുണ്ടാക്കല്ലേ. ഉള്ള സത്യം പറഞ്ഞിട്ട് വണ്ടി വിട്ടോടാ. മതിയോടാ. ഇതെന്താടാ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയ ഇതിനിടയ്ക്ക് അവൻ വേഷം മാറി വന്നതാ. അതോ ഇവന്മാരിനി 2 പേരാണോ? ശാസ്ത്രികൾ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ അതൊരു തീരുമാനമായി. കുറവായി കാണണ്ട. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ മുൻകൈ എടുത്ത് ചന്തുവിന്റെയും ചാരിയുടെയും വേളി നടത്തുക. എന്തൊക്കെയായി പറയണേ? അവര് പറഞ്ഞത് ശരിയായ കാര്യാടാ. നോമാണ് കഥ അറിയാതെ ആട്ടം കണ്ടത്. 3 കൂടി ചേർന്ന് നമ്മെ വിഡ്ഢിയാക്കുകയായിരുന്നല്ലേ? ഗുരുദേവ, കൂടെ നിന്ന് എന്റെ കുതികാലി വെട്ടി. തെറ്റ് പറ്റിയത് എനിക്കാ. നടക്കട്ടെ, നോം കാണിച്ചു തരാം. ഗുരുദേവ, ഒന്ന് പറയുന്ന അങ്ങോട്ട് കേൾക്ക. നിർത്തുക. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഗുരുദേവ എന്ന് വിളിച്ചെന്റെ കൃഷ്ണ കൂടെ നിന്ന് ചലിച്ചില്ലേ? അതല്ല ഗുരുദേവ. ഇവന്മാർ ഇരട്ടകളാണോടാ? ഇതൊക്കെ അവന്റെ ഒരു നാടകമല്ലേ അണ്ണാ? ഗുരുദേവ ഇങ്ങനെ ചാടി തുള്ളി പോവാതെ കേൾക്കണില്ല. എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കാൻ കണ്ടു സാവകാശം അശ്രീകരം. കാണിക്കണം. എടോ ഓട്ടക്കാരാ, ഇങ്ങനെ വരിക. പോടാ, കേരള.
പെണ്ണാണെങ്കിൽ നിന്നെ അല്ലാതെ വേറെ ആരെയും വേലി കടിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിപ്പാ ഇല്ലാച്ച കിണറ്റിൽ ചാടൂത്രേ. ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ അമ്മേ. നീ ഒന്നങ്ങട് സമ്മതിക്കാരിയേ. സംബന്ധത്തിന് പറ്റിയൊരു കുടുംബേ നമ്മള് കുഴിയിൽ വീഴും. ഇവര് രണ്ടൊരു സാധാരണ സ്ത്രീകളല്ല. ദേ ഗുരുദേവനെ മൊത്തത്തിൽ നക്കി തുടച്ചവരാ. കണ്ടില്ലേ മൂക്കൂത്തിയൊക്കെ ഇട്ട് നിക്കണ നിപ്പ്. കോളേജ് കുമാരിയാണെന്നാ വിചാരം. നിന്റെ ഗുരുദേവനും അത്ര മോശക്കാരനൊന്നും അല്ല. ആളൊരു വക്രബുദ്ധിയാ. എന്താടാ പൂജാരിമാരുടെ സംസ്ഥാന സമ്മേളനം? അയ്യോ എന്റെ മുത്തശ്ശി, നീ എനിക്കത് മറച്ചു വെക്കാനാവില്ല. ഈ ചന്ദ്രകലയോട് ഗുരുദേവന് പ്രേമ. അവൻ കൊള്ളാലോ. എന്തേ പറയണേ? സത്യ മുത്തശ്ശി, നമ്മുടെ പട്ടേരിയോ? ആ വിദ്വാൻ തന്നെയാ. നല്ല കഥയായി. അവന്റെ ഒരു കുമ്പേം മരം മോന്തേ പ്രേമിക്കാൻ നടക്കണു കൊരങ്ങൻ. വരിക പട്ടേരി, നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. കേട്ടു, നോം എല്ലാം കേട്ടു. നോം കേട്ടതൊക്കെ ഇവരും കേട്ടിരിക്കണു. കുംഭയുള്ളവർക്ക് പ്രേമിച്ചുകൂടാന്നുണ്ടോ? നോം ആരാ? ഒരു പൂജാരി. ഇരുന്ന് ചെയ്യണ ജോലിയല്ലേ. അപ്പൊ കുംഭ ഉണ്ടാണ്ടിരിക്കുവോ? ഈ നിക്കണവരൊക്കെ കുംഭയില്ലാത്തവരാണോ? ഇവര് നാളെ കുംഭ വരില്ലാന്നത്തെ ഉറപ്പാ. ഇവിടെ സംസാരിക്കുന്നത് കുംഭയുടെ കാര്യമല്ല, കല്യാണ കാര്യം. ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ചന്തു. സഹിക്കാൻ പറ്റണില്ല. നാണമില്ലല്ലോ. വയസ്സാം കാലത്ത് ഒരു പ്രേമേ. അതിലെന്താ തെറ്റ്? ഈ കുടുംബത്തെ ഇത്രയും കാലം സംരക്ഷിച്ചില്ലേ, കഷ്ടപ്പാടുകൾ പങ്കുവച്ചില്ലേ? മനസ്സാലെ ഭർത്താവ് മരിച്ച ഈ അന്തർജനത്തിന് ഒരു ജീവിതം കൊടുക്കാന്ന് നിരീക്ഷിച്ചത് തെറ്റാണോ? ഓഹോ, ചേച്ചേ മൂക്കിന് പല്ല് കളിക്കാറായി. തള്ളയുടെ ഒരു നാണം കണ്ടില്ലേ? ഗുരുദേവ, അങ്ങ് ചന്ദ്രകലയെ പ്രേമിക്കണമെന്നല്ലേ പറഞ്ഞേ? അത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഇവരത് വേറെ അർത്ഥത്തിലെടുത്തു. അപ്പോ വേളി കഴിക്കുന്നത് അവരെയല്ലേ? മകളെയാണോ? നമ്മുടെ അന്തർജനമെങ്ങാനും അറിഞ്ഞാൽ കാറി തുപ്പും. വരിക 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 വരിക. ഇനി എന്തിനാ നിക്കണേ? പൊയ്ക്കോളുക. പൊയ്ക്കോളാം പൊയ്ക്കോളാം. നമുക്ക് തരാനുള്ള 4 ലക്ഷം ഇങ്ങോട്ട് തരിക. അപ്പ പൊയ്ക്കോളാം. 4 ലക്ഷോ? 1 ലക്ഷല്ലേ ഉള്ളൂ. അത് വാങ്ങിക്കണ സമയത്തായിരുന്നു. ഇപ്പൊ പലിശയും ചേർത്തേ 4 ലക്ഷം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തിനാ തരണ്ടേ? 4 വർഷമായിട്ട് എന്റെ മരുമോനെ കൂടെ കൊണ്ട് നടക്കണില്ലേ? ഇങ്ങോട്ട് നോക്കുക. 1 രൂപയെങ്കിലും ശമ്പളമായി കൊടുത്തിട്ടുണ്ടോ? അതില് കഴിച്ചോളുക. മരുമകനോ? അതിനിടയ്ക്ക് സംബന്ധം ആയില്ലേ? അതല്ലേ ഗുരുദേവ. നിർത്തുക. നിക്ക് മന്ത്രം അറിയാത്തത് നിന്റെ ഭാഗ്യായി. ലച്ചാ നിന്നെ ശപിച്ച് ഭസ്മമാക്കിയനെ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോണില്ല. ഗുരുദേവൻ ഞാനൊന്ന് ആ കാണാം നമുക്ക്. ഗോവിന്ദാചാരി മുഹൂർത്തം കുറിക്കുക. ദിനാ പിണ്ടം വെക്കാനാ? നീ ഒന്ന് വാടച്ച് മിണ്ടായിരിക്ക. നിങ്ങളുടെ മോള് തന്നെ എന്റെ മരുമോള്. ആ കാര്യത്തിൽ സംശയമില്ല. ദേ കണ്ടില്ലേ, എന്നെ കണ്ണുകൊണ്ട് അശ്ലീലം കാണിക്കണു. അശ്ലീലോ എന്ന് വെച്ചാൽ എന്താ? എടീ ശൂർപ്പണകെ, ഇങ്ങനെയാ എന്റെ ഗുരുദേവനെ മൊത്തത്തിൽ വഹിച്ചത്. ഇപ്പൊ എന്റെ ഗുരുദേവന്റെ അവസ്ഥ എന്തായി കാണുമെന്തോ. ഗുരുദേവ